പാപ്പാനെ കയ്യിൽ കിട്ടാത്ത ദേഷ്യത്തിൽ ശിവരാജു ഗോപാലകൃഷ്ണന്റെ തോർത്ത് തിന്നു വാശി തീർത്തത് നല്ല മതപ്പാടിലായിരുന്നെങ്കിൽ, മറ്റൊരിക്കൽ ദേവസ്വം ബോർഡിലെ കുട്ടിക്കൃഷ്ണൻ ആനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പായതും ഒരു തോർത്ത് തന്നെ. കൊല്ലത്തിനടുത്ത് വെച്ച് തന്നെയായിരുന്നു ആ സംഭവവും. ആനയെയും കൊണ്ട് രാത്രിയുള്ള വഴിനടത്തത്തിനിടയ്ക്കായിരുന്നു കിരാതമൂർത്തിയുടെ ഭാവമാറ്റം. തട്ടിവീഴ്ത്തലും അടിയും ചവിട്ടുമെല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ നടന്നു. പക്ഷേ ഒന്നും തീർത്തങ്ങോട്ട് ചെയ്തില്ലെന്ന് മാത്രം. എലിക്കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടിയാലും പെട്ടെന്നൊന്നും കൊല്ലാതെ തട്ടിയും മുട്ടിയും ഇടിച്ചും കടിച്ചുമൊക്കെ കൊല്ലാതെ കൊല്ലുന്ന ചില കുറുമ്പൻ പൂച്ചകളുടെ ലൈൻ. പാതിരാത്രി, വഴിയിലെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ല. ദേഹമാസകലം ചോരയിൽ കുതിർന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് ഓടാമെന്ന മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ആന വിടില്ല. വസ്ത്രമെന്ന് പറയാൻ ആകെ ബാക്കിയുള്ളത് ചോരയിൽ മുങ്ങിയ ഒരു തോർത്താണ്. രണ്ടും കൽപ്പിച്ച് അത് ചുരുട്ടി ആനയ്ക്ക് നേരെ എറിഞ്ഞു. ചോരക്കൊതി പൂണ്ട ആന ആ തോർത്തിനോട് അംഗം വെട്ടുന്നതിനിടെ ദൈവദൂതനെ പോലെ എത്തിയ ഓട്ടോറിക്ഷയിലേക്ക് ചെന്ന് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. വീരശൂര പരാക്രമികളുടെ കാര്യമാവുമ്പോൾ അവരെപ്പോലെ തന്നെ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾക്കും കൊമ്പ് മുളയ്ക്കും. ഒരിക്കൽ ചൊറിയൻ ചേന തിന്നാണ് ശിവരാജു പൊല്ലാപ്പ് പിടിച്ചതെങ്കിൽ, മറ്റൊരിക്കൽ പണി പറ്റിച്ചത് ഒരു തെങ്ങിൻ തടിയാണ്. ഇളം തെങ്ങാണെന്ന് വിചാരിച്ച് ഒരു തെങ്ങിൽ രാജു അന്നൊരു കുത്തുകുത്തി. പക്ഷെ എന്തു ചെയ്തിട്ടും കൊമ്പ് ഊരിപ്പോരുന്നില്ല. ഒടുവിൽ ആ വിളവൻ തെങ്ങിന് മുന്നിൽ തോറ്റു തുന്നം പാടിയ രാജു 1.5 ദിവസം തീറ്റയും കുടിയുമില്ലാതെ കൊമ്പിൽ തെങ്ങും താങ്ങി നടന്നു. അവസാനം പാപ്പാനെത്തി കോടാലി കൊണ്ട് വെട്ടിമുറിച്ചാണ് രാജുവിൻ്റെ മാനം കാത്തത്. രാജുവും അവൻ്റെ പാപ്പാനുമായുള്ള ടീം സ്പിരിറ്റിൻ്റെയും വരവണ്ണം തെറ്റാത്ത വിശ്വാസത്തിൻ്റെയും സുവർണ തേജസ് മാലോകർക്ക് മുന്നിൽ വിളിച്ചോതുന്ന സുവർണ മുഹൂർത്തമാണ് കൊല്ലത്തിനടുത്തുള്ള ഉമയനെല്ലൂർ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ആനവാൽപ്പിടി എന്ന ചടങ്ങ്. പഴനി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമെന്ന നിലയിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഉമയനെല്ലൂർ ക്ഷേത്രം പ്രശസ്തമാണ്. സർവതന്ത്ര സ്വതന്ത്രരായി ജനക്കൂട്ടത്തിലേക്ക് അഴിച്ചുവിടുന്ന കാളക്കൂറ്റന്മാരുടെ മുതുകിൽ തൂങ്ങിക്കിടന്ന് നാടിൻ്റെ വീര്യം കാക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന തമിഴകത്തെ ജല്ലിക്കെട്ട് പോലെ ഭക്തിയും സാഹസികതയും തോളോട് തോൾ കൊമ്പ് കോർക്കുന്ന ഒരഭ്യാസം. പക്ഷേ ആനവാൽപ്പിടിക്കെത്തുന്ന ആനയ്ക്ക് ഭൂമിയോളം ക്ഷമയും സഹിഷ്ണുതയും വേണം. ഇല്ലെങ്കിൽ ആനവാൽപ്പിടി എപ്പോൾ പുലിവാൽപ്പിടി ആയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ കഴിഞ്ഞ 1.5 ദശകത്തിലേറെയായി ഉമയനെല്ലൂരിലെ ആനവാൽപ്പിടിക്കായി മുടക്കമില്ലാതെ ക്ഷണിക്കപ്പെടുന്നത് തൃക്കടവൂർ ശിവരാജുവിനെയാണ്. രാവിലത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഒന്നുകൂടി കുളിച്ചുണർന്ന് അവസാനമായി ഒന്നുകൂടി വാമപ്പ് ചെയ്ത് രാജുവും അവൻ്റെ മേലെയായി പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായരും ഗോദയിലേക്കിറങ്ങി. അപ്പോൾ പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായരുടെ തലയിൽ നല്ലൊരു തലപ്പാവ് അല്ലെങ്കിൽ തലേക്കെട്ടുമുണ്ടാവും. പിന്നെ ആന നടയിലേക്ക് എത്തുന്നതിനും ആനവാൽപ്പിടി മുഹൂർത്തത്തിന് മണി മുഴങ്ങുന്നതിനും നിമിഷങ്ങൾ മാത്രം. തുടർച്ചയായി ഇത്രയും വർഷം യാതൊരു പ്രശ്നവുമില്ലാതെ തൃക്കടവൂർ ശിവരാജുവിനെ ഓരോ വട്ടവും ഫിനിഷിംഗ് പോയിന്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായർക്കുമുണ്ട് ഇക്കുറി ഒരു അംഗീകാരം. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് രാമൻ നായരാണ് ഇവിടെ ഗോപാലകൃഷ്ണന് പൊന്നാട ചാർത്തുന്നത്. ഈ ആളുകൾ ഇത്ര പേര് ഓടുന്ന ആനയുടെ പുറകെ ഇങ്ങനെ
ബഹളം കൂട്ടി ഇതിന്റെ വാലി തൂങ്ങുമ്പോഴൊക്കെ ഇന്നുവരെ ഇവന് ഓടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറില്ലേ? ആനയെ നമ്മൾ കാല് കാണിച്ച് മുകളിലിരുന്ന് കാല് കാണിച്ച് ആന ഓട്ടിക്കുകയാണ്. നമ്മൾ ഓടിക്കും, ആന ഓടുന്നില്ല. അല്ലെങ്കിൽ ആന അല്ലേ ആന ഓടില്ല. ഇത്രയും ആളുകൾ ബഹളം കൂട്ടിയാലും വാലി തൂങ്ങിയാലും ആന അവിടേക്കേ ഉള്ളൂ. ഉള്ളൂ. നമ്മൾ മുകളിലിരുന്ന് കാല് കൊടുത്തെങ്കിൽ ആന പോവുള്ളൂ. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആന അവിടെ തന്നെ നിൽക്കും. ഒരുപക്ഷെ ചേട്ടൻ ഇങ്ങനെ കാല് കൊടുത്തില്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങൾ പലരും വന്ന് വല തൂങ്ങുന്നുണ്ടല്ലോ, ആ ഈ തൂങ്ങുന്നവരുടെ ഗതി എന്തായിരിക്കും? അവരൊന്ന് പറയാം ഇതിന്റെ വാല് പറിച്ചോണ്ട് പോകും. ചിലപ്പോൾ ഇത് കാല കൈയെടുത്ത് തട്ടി അങ്ങോട്ട് നല്ല തട്ട് കൊടുക്കാൻ സാധ്യതയുണ്ടല്ലേ. പക്ഷെ ഓടുന്നതിന്റെ ശ്രദ്ധയ്ക്കായിരിക്കും അവർ തട്ടാത്തത്. അവിടെ ഈ ഐതിഹ്യം പറഞ്ഞത് അശ്വതിക്ക് വാൽപ്പിടുത്തം എന്നാണ് പറഞ്ഞത്. അന്ന് അവിടെ ഒരു വലിയ ചടങ്ങാണ്, മുരുകൻ കോവിലിൻ്റെ ഇതായതുകൊണ്ട്. അങ്ങനെ ഓടി അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് തൊഴിച്ചിട്ട് ആനെ ഒന്ന് ഓട്ടിക്കണം. അപ്പോൾ ഈ ചങ്ങലയും മറ്റുള്ള ഏതൊന്നും കാണില്ല, ഒന്നും ശരീരത്തിലുണ്ടാവില്ല. ആ സമയത്ത് വട്ടക്കയറും നമ്മൾ മാത്രമേ കാണുള്ളൂ. തോട്ടി ചങ്ങല ഒന്നും ശരീരത്തിലുണ്ടാവില്ല. അങ്ങനെ അവിടെ നമ്മൾ മുകളിൽ കയറി അവർ തേങ്ങ അടിച്ച് കഴിഞ്ഞിട്ട് ആളുകളെയൊക്കെ റെഡിക്ക് നിർത്തിയിട്ട് നമ്മളെ കൈ കാണിക്കും. നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊണ്ട് ചെല്ലുക. അവിടെ ചെന്ന് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആനക്കൊട്ടിൻ്റെ അവിടെ വന്ന് തൊഴിച്ചിട്ട് മേലോട്ട് കൈ പൊക്കി ഒന്ന് കളത്തി തൊഴിച്ചിട്ട് നമ്മൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ചങ്ങ് പോകണം. അപ്പോഴും ആളുകൾ 4 സൈഡിൽ നിന്നും വന്ന് ബാക്കിൽ കയറി അങ്ങ് പോയി. അപ്പോഴേ ആന കടന്ന് ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞു. ഈ ശരിക്കും അവർക്ക് പിടിച്ച് തൂങ്ങാനോ സമയമൊന്നും കിട്ടില്ല. എപ്പോഴെങ്കിലും അത് തൂങ്ങി വീഴുവോ ഇവന്റെ അടി? അങ്ങനെയുള്ളതൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ ആളുകൾ ഇടിച്ചു മറിഞ്ഞ് അവർ താഴെ വീഴുന്നേ ഉള്ളൂ. ആന തിരിഞ്ഞു ഇതുവരെ ഈ വല തൂങ്ങുന്നവരെ തിരിച്ചു ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല.